അസ്സലാമു അലൈക്കും. കണ്ടില്ല ഇതുപോലെ നമ്മൾ കിടക്കണ ബെഡ്റൂമിൽ നമ്മുടെ തലയുടെ അടുത്ത് നമ്മുടെ ബെഡിന്റെ അടുത്ത് ടേബിളിൽ ഇതുപോലെ ഒരു ചെറിയൊരു അക്വേറിയം ക്യൂബ് ടൈപ്പോ ബോൾ ടൈപ്പോ അതുപോലെ സ്ക്വയർ ടൈപ്പോ ഉണ്ടെങ്കിൽ അതിൽ മീനുകൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ഫീൽ ഉണ്ട്, ഒരു റിലാക്സ് ഉണ്ട്, സ്ട്രെസ്ലെസ് ഉണ്ട്, അതുപോലെ ടെൻഷൻ മാറി കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമാണ്. വളരെ കുറഞ്ഞ ചെലവിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെ സെറ്റാക്കിയെന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകണം കേട്ടോ. കുറേ നീട്ടി വലിച്ച് സമയം കളയുന്നില്ല. നമുക്ക് നമ്മളെ കമ്പനി ഈ വർഷം തുടക്കത്തിൽ ഒരു ഗിഫ്റ്റ് തന്നിരുന്നു. അതിൽ വാട്ടർ ബോട്ടിലും അങ്ങനത്തെ കുറേ സംഗതികൾ ഉണ്ടായിരുന്നു, ലഞ്ച് ബോക്സ് അങ്ങനെയൊക്കെ. അപ്പം അതിൻ്റെ കൂടുതൽ തന്നതാണിത്. ഇത് ടേബിളിൽ വെക്കുന്ന നമ്മളെ മറ്റേ പെന്നും പെൻസിലും ഫയലൊക്കെ ഇടുന്ന സാധനം ഉണ്ടല്ലോ, ആ ബോക്സാണ്. അപ്പം ഇത് ഞാൻ എന്ത് ചെയ്താണ്, ഇതൊരു അക്വേറിയാക്കി മാറ്റി. അപ്പം ഇതാണ് നമ്മൾ അക്വേറിയം. ഓക്കെ, അപ്പം ഇതിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഒരു 4-5 ഗപ്പികളെയും ഒരു 2 മോളി ഫിഷ് മോളി എന്താ പറയുക ഫിഷ് മോളി എന്ന് പറഞ്ഞത് 1-2 മോളി ഫിഷിനെയും നമ്മൾ ഇടാൻ വേണ്ടി പോവാണ്. ഓക്കെ, വൈറ്റും ഒക്കെ ആയിട്ടുള്ള. അപ്പം മീൻ ഞാൻ അവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്നിങ്ങനെ തുടങ്ങുകയാണ്. അപ്പം നമ്മൾ അക്വേറിയം സെറ്റാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം വേണം, മീൻ വേണം, പിന്നെ അതുപോലെ കുറച്ച് ചെടികളൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ നാളത്തെ പരിശ്രമം കേട്ടോ, അത് ഒന്നിച്ച് കാണിക്കാന്ന് മാത്രം. അപ്പോൾ അക്വേറിയം നമ്മൾ മീൻ ഇതുണ്ടല്ലോ നിങ്ങൾ, ഇതാണ് മോളി ഫിഷ്. ഇതൊരു 3 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ തുടക്കമായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 4 ഗപ്പികളെയും വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗപ്പികളാണ്. 2 പ്രഗ്നന്റ് ആണ്. ഓക്കെ, താമസിയാതെ തന്നെ നമുക്ക് പാറ്റി കിട്ടും. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ വെള്ളത്തിൽ വെച്ചിട്ട് ഈ വെള്ളം തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫിഷ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇതിലേക്ക് കുറച്ച് നമ്മൾ ഇതിലൊഴിക്കാനുള്ള വെള്ളം മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കൂടി വെക്കണം. അപ്പോഴാണ് ഇതിറ്റങ്ങൾ നമുക്ക് ആരോഗ്യത്തോടെ കിട്ടുള്ളൂ. അതുപോലെ ഗപ്പിയുടെയും നമ്മൾ അങ്ങനെ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനിവിടെ അബുദാബി മുസഫയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് ഈ ഷോപ്പ്. നല്ല ഷോപ്പാണ്, അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഈ വെള്ളം ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെക്കുക. നമ്മൾ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം, ആ വെള്ളവും മീനും കൂടി ഇതിലേക്ക് മാറ്റണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് 2, ഇത് നാച്ചുറൽ ആട്ടോ, ഒറിജിനൽ നമ്മളെ പ്ലാന്റുകളാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ വെക്കാൻ പോവാണ്. ഓക്കെ, ഒറിജിനൽ പ്ലാന്റ് നമ്മൾ. അപ്പോൾ ഇത് വെക്കാൻ വേണ്ടി നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റാൻഡിലാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. നമ്മളിത് നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, പിന്നെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നില്ല. ഓക്കെ, കാരണം ചെറിയ പ്ലാന്റ് അല്ല, കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് നേരെ വെള്ളത്തിലേക്ക് വെക്കാം. ഇത് കണ്ടങ്ങൾ, ഇത് ഞാൻ ഒരു ചെറിയ കമ്പി കൊണ്ട് വളച്ചുണ്ടാക്കിയ ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെടി വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ആരോഗ്യത്തോടെ അവിടെ ഇരുന്നോളൂ. ഇത് നമ്മൾ ഈ ഒരു ഇതിലിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു പ്ലാന്റ് എടുക്കുന്നു, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇത് ഇതിലിരുന്നോളും. അതുപോലെ ഇതും നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഈ 2 പ്ലാന്റും ഇതുപോലെ ഇവിടെ ഇരുന്നോളും. ഇനി നമ്മൾ വേറൊരു സംഗതി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ മധുരക്കിഴങ്ങ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഈ സാധനം ഞാൻ ഇതിൽ വെക്കും. ഓക്കെ, എന്നിട്ട് ഈ വള്ളി ഇങ്ങോട്ട് പടർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു എന്താ പറയുക, പന്തൽ പോലെയൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് കടയിൽ നിന്ന് തൽക്കാലം ഒന്ന് വാങ്ങിക്കൊടുന്ന് വെച്ച് നോക്കിയതാണ് ആദ്യമായിട്ട്. ഇപ്പോഴാണ് അതൊന്ന് മുളച്ച് ഇതായി കിട്ടിയത്. അപ്പോൾ നമ്മളത് ഇവിടെ പ്ലേസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. നമ്മളിതാ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഫുള്ള് വെള്ളം വേണ്ട, ആ ചെടിയൊന്ന് വളരാനുള്ള വെള്ളം മതി. ഓക്കെ, ഇത്ര മതിയോ. മൂടി ഉണ്ടല്ലോ, നമ്മളത് ഇതിൽ ഇങ്ങനെ കുത്തി നിർത്തുകയാണ്. ഓക്കെ, സെൻറ്ററിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ കിഴങ്ങാശാനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. ഓക്കെ, ഇതിനെങ്ങോട്ട് എടുത്തിട്ട് നമ്മളിത് മെല്ലെ ഇവിടെ വെച്ച് കൊടുക്കും. വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അത് ഇരുന്നീന്ന വെള്ളമാണ്, ഇതൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി തൽക്കാലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് വെച്ച് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമ്മൾ മീൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. 15 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെള്ളവും മീനും കൂടി ഇതിലേക്ക് മാറ്റണം. പിന്നെ അതുപോലെ അടുത്തത് നമ്മൾ ഇതിലേക്ക് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ലൈറ്റാണ്. ലൈറ്റ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതാണ് ലൈറ്റ്. ഇത് USB ആണ് ഇതിൻ്റെ പിന്ന് വരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തുള്ള ഏതെങ്കിലും ഒരു പ്ലഗിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, ഇവിടെ ഇങ്ങനെ അത് ഹുക്ക് ചെയ്യാൻ ഒരു ഹുക്ക് ഉണ്ട്. ഇതിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ ലൈറ്റ് കാണുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയില്ല. ഇനി ഇതിനൊരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു ബട്ടൺ ഉണ്ട്.
ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കത്തും. നമ്മൾ ആദ്യം പ്ലഗിൽ കൊടുക്കുക. പ്ലഗിൽ നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി സ്വിച്ച് ഇടാൻ പോവാ. കണ്ട, വാവ്, കണ്ടില്ല നിങ്ങൾ? ഇതാണ് ലൈറ്റ്. അടിപൊളി ലൈറ്റാണ്. കാണിച്ചു തരുതാ. സിമ്പിളായിട്ട് നമുക്ക് വെയിറ്റ് തീരെ ഇല്ല കേട്ടോ. ഒരു 100 ഗ്രാമും പോലും വരുന്നില്ല. ഇത് ഇപ്പം ഞാൻ 4 ദിവസം ഇത് ടെസ്റ്റ് ചെയ്തു. നല്ലോണം എന്താ പറയുക, നല്ല ലൈറ്റാണ്, നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ലൈറ്റ് നമ്മൾ വെച്ചല്ലോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതെന്താ പറയുക, ഇതാണ് ഫിൽറ്റർ. അടിപൊളി ഫിൽറ്ററാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മീനിനെ മാറ്റാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫിൽറ്റർ സെറ്റാക്കാം. ആദ്യം നമ്മളിതാ മോളീനെ എടുക്കുകയാണ്. മോളീനെ എടുത്തിട്ട് പതുക്കെ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കെ തുറന്നു വിടുക. ഓക്കെ, ബിസ്മില്ലാ. ഒരു കവർ മൊത്തം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതാ അടുത്തത് ഗപ്പികളാണ്. അപ്പോൾ ഗപ്പിനെയും മോളിനെയും നമുക്ക് ഒന്നിച്ച് വെക്കാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് 4 എണ്ണം വാങ്ങിച്ചത്. ഓക്കെ, ബിസ്മില്ലാ. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് എടുക്കുക. സർവൈവ് ചെയ്താൽ മതിയായിരുന്നു എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു. കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ബിസ്മില്ലാ. ഇത്രയും നമ്മൾ വെള്ളമാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നമ്മൾ വെള്ളമാക്കി തോന്നുന്നു. സംഗതി നേക്കായില്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഫിൽറ്റർ അതുപോലെ ഇതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ലൈറ്റ്. നമ്മൾ ലൈറ്റ് ഇങ്ങനെ കൊടുക്കുന്നു, ജസ്റ്റ് അതിൻ്റെ സ്വിച്ച്. വാവ്, അമേസിങ്. ഇനി നമ്മളെ ഫിൽറ്റർ എങ്ങനെയാണെന്നല്ലേ, ഫിൽറ്റർ നമ്മളിതാ ഇതിനൊരു ഹുക്ക് ഉണ്ടാവും. ആ ഹുക്കിൽ നമ്മളിവിടെ ജസ്റ്റ് നമ്മളിവിടെ കുളത്തുണ്ട്. ആ കുളത്തിൽ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നു. പിന്നെ അതുപോലെ ഈ ഒരു സംഗതി ഇങ്ങനെ കൊടുന്നിട്ട് നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ട് വരാത്തൊരു സ്ഥലത്തു കൂടി മെല്ലെ താഴേക്ക് ഇട്ടിട്ട് അവിടെ ആകുമ്പോൾ കാണുകയുമില്ല, നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ഇതും USB ആണ് വരുന്നത്. കണ്ടോ, ജസ്റ്റ് നമ്മളെ ചാർജർ, മൊബൈലിൻ്റെ ഒക്കെ ചാർജറില്ലേ, അതിൽ കുത്തി കൊടുത്താൽ തന്നെ സംഗതി വർക്കാവും. ശ്രദ്ധിച്ചോളി. കണ്ടോ, അടിപൊളിയല്ലേ? നോക്കിയാണി, ഇതാണ് കേട്ടോ ഫിൽറ്റർ. ഇപ്പോൾ അവിടെ ഉള്ളത് തന്നെ അറിയുന്നില്ല. മാഷാ അല്ലാ, കണ്ടില്ല നിങ്ങൾ ഓടിക്കളിക്കുന്നത്? എന്താ രസം. കണ്ടോ, ഇതാണ് നമ്മളെ ടാങ്ക് വരുന്നത്. കുറച്ചും കൂടി ഒരു ഗ്രീനിഷ് അറ്റ്മോസ്ഫിയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ നല്ല ഹാപ്പി ആവും. കണ്ടോ, പിന്നെ ഇതിലേക്ക് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്കൊന്ന് ഉപയോഗിക്കേണ്ടി വരില്ല, ആയിട്ടില്ല. ഇത് ഫിൽറ്റർ ചെയ്യുന്ന സാധനമാണ്. കണ്ടോ, ഇതൊരു 10-20 പീസ് ഉണ്ട്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇത് നമുക്കൊരു 1 വീക്ക് നമുക്ക് ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത്യാവശ്യം ചളികളും മണ്ണൊക്കെ ഇത് വന്ന് പിടിച്ചോളും. ഓക്കെ, ഫംഗസ് ഒന്നും വരില്ല, അസുഖങ്ങൾ വരില്ല. അതുപോലെ വെള്ളം ക്ലീൻ ആയിരിക്കും, ഗ്ലാസ് ഒക്കെ നീറ്റ് ആയിരിക്കും. ഈ ഒരു സാധനം അതിനുള്ളൊരു സംഗതിയാണ്. ഇത് ഓൺലൈനിൽ മേടിച്ചതാണ്. ഇതൊരു 10-20 പീസ് ഉണ്ട്. നമുക്ക് 2 മാസമൊക്കെ 3 മാസമൊക്കെ ഇത് സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 3-6 മാസം വരെ പോകും. പിന്നെ അതുപോലെ നമ്മളിതിൻ്റെ ഗ്ലാസ്സിനൊക്കെ എന്തെങ്കിലും പൊട്ടൽ വന്നാൽ ഒട്ടിക്കാൻ വേണ്ടി ഒരു പശ മേടിച്ചിട്ടുണ്ട്. ഇതാണ് ആ പശ. ഇതിനൊരു ചെറിയ പൊട്ട് വന്നപ്പോൾ ഇതിൻ്റെ സൈഡ് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഇത് മേടിച്ചത്. നല്ല പശയാണ് കേട്ടോ. ഇതൊക്കെ ചെറിയ പ്രൈസിനാണ് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ഗുണം. ഇത് ഗപ്പിക്കൊക്കെ കൊടുക്കുന്ന ഫുഡാണ്. ഇതാണ് ഗപ്പിക്ക് കൊടുക്കുന്ന ഫുഡ്. ഇത് അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. 28 ദിർഹംസ് ഉണ്ട്. നാട്ടിൽ 500-600 രൂപയായി. ഓക്കെ, അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ഫുഡായിട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഫുഡ് കൊടുക്കണ്ട, ഒരു 2-3 മണിക്കൂർ അതിലിങ്ങനെ ഓടി കളിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കൊടുക്കാം. അങ്ങനെ പിന്നെ കൂടുതലായിട്ട് ഇതിക്കൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വേറിയം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.